Good morning, children. I hope you understood what is the meaning of globalization and liberalization. And today we are discussing a new topic, that is World Trade Organization. We have seen that the liberalization of foreign trade and investment in India was supported by some very powerful international organizations. These organizations say that all barriers to foreign trade and investment are harmful. So, you see that the liberalization of foreign trade and investment in India was supported by some very powerful international organizations. There are so many international organizations control the foreign trade. So, in the study of that this international organization, they said that all barriers to foreign trade and investment are harmful. ഫോറിൻ ട്രേഡിന് ഒരു തരത്തിലുള്ള ബാരിയേഴ്സും പാടില്ല. അത് രാജ്യത്തിൻ്റെ മുഴുവനായിട്ട് രാജ്യത്തിൻ്റെ നല്ല ഈ എക്കോണമിയുടെ വേൾഡിലെ മുഴുവൻ എക്കോണമിയുടെയും ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ളൊരു ഗ്രോത്തിന് തടസ്സമാണെന്നാണ് ഈ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ പോലെയുള്ള ഇൻ്റർനാഷണൽ സംഘടനകളെല്ലാം തന്നെ പറയുന്നത്. ദർ ഷുഡ് ബി നോ ബാരിയേഴ്സ്, ട്രേഡ് ബിറ്റ്വീൻ കൺട്രീസ് ഷുഡ് ബി ഫ്രീ. ഇപ്പം ഇങ്ങനെയുള്ള നേരത്തെ പറഞ്ഞ ടാക്സ്, കോട്ടാസ്, താരിഫ് ഇതൊക്കെ ഇല്ല എങ്കിൽ എല്ലാ ട്രേഡ് ഷുഡ് ബി ഫ്രീ. എങ്ങനെയായിട്ട് മാറും? ഫ്രീ ആയിട്ട് മാറും. ആർക്കും ഏത് രാജ്യത്തും അവരുടെ പ്രോഡക്റ്റുകൾ വിൽക്കാനും അവരുടെ പ്രോഡക്റ്റുകൾ മറ്റു രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു ചാൻസ് കിട്ടും. അങ്ങനെ എക്കോണമിയുടെ ഗ്രോത്ത് പെട്ടെന്ന് നടക്കുമെന്നാണ് ഈ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ്റെയൊക്കെ അഭിപ്രായം. All countries in the world should liberalize their policies. അതുകൊണ്ട് തന്നെ എല്ലാ രാജ്യത്തെ എല്ലാ രാജ്യത്തിൻ്റെ എല്ലാ സാമ്പത്തിക മേഖലകൾ കൺട്രോൾ ചെയ്യുന്നവരും എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഷുഡ് ലിബറലൈസ് ദെയർ പോളിസി. അവരുടെ പോളിസികളെല്ലാം ലിബറലൈസ് ചെയ്യണം, കൺട്രോളുകൾ എടുത്ത് മാറ്റണം എന്നാണ് ഈ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ പോലെയുള്ള സംഘടനകളുടെ അഭിപ്രായം. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, ദാറ്റ് ഈസ് WTO, is one such organization whose aim is to liberalize international trade. The main aim of the World Trade Organization is to liberalize the trade. Started at the initiative of the developed countries. Developed countries-ന്റെ ഇനിഷ്യേറ്റീവോടുകൂടിയാണ് ഇങ്ങനെ ഒരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്തത്. WTO establishes rules regarding international trade and sees that these rules are obeyed. അത് അനുസരിക്കുകയും വേണം. അതിനകത്ത് ആരൊക്കെ അംഗങ്ങളാണോ അവരത് അനുസരിച്ച് മുന്നോട്ട് പോവുകയും വേണം. ആസ് ഓൺ ജൂലൈ 2016, നിയർലി 165 countries of the world are currently members of the WTO. ഇപ്പോൾ ഏകദേശം 165 കൺട്രീസും WTOയുടെ കൺട്രോളിലാണ്. അപ്പോൾ WTO എങ്ങനെ പറയുന്നു, എത്രമാത്രം ലിബറലൈസ് ചെയ്യണം, എത്രമാത്രം ടാക്സ് റെഡ്യൂസ് ചെയ്യണം, ആ ഒരു കൺട്രോൾ അനുസരിച്ചാണ് മറ്റ് രാജ്യങ്ങൾ ഇപ്പോഴും അവരെ ട്രേഡ് ഫ്രീ ആക്കി മാറ്റിയത്, ലിബറലൈസ്ഡ് ആക്കി മാറ്റിയത്. Though WTO is supposed to allow free trade for all, in practice it is seen that the developed countries have unfairly retained trade barriers. പക്ഷേ ഇപ്പോഴും നമുക്ക് കാണാൻ പറ്റും ഡെവലപ്ഡ് കൺട്രീസ് ഇപ്പോഴും അൺഫെയർ ആയിട്ട് ഈ പറയുന്ന WTO പറയുന്ന കേൾക്കാതെ തന്നെ അൺഫെയർ ആയിട്ട് ധാരാളം ട്രേഡ് ബാരിയേഴ്സ് വെച്ചിട്ടുണ്ട്. ഈ പറയുന്ന ഡെവലപ്പിംഗ് നേഷൻസിൻ്റെ പല കമ്പനികളും അവിടെ MNCs സ്റ്റാർട്ട് ചെയ്യുന്നതിന് അവർ എതിർപ്പാണ്. On the other hand, WTO rules have forced the developing countries to remove trade barriers. പക്ഷേ എന്നിട്ട് അവരെന്താ ചെയ്യുന്നത്? ഡെവലപ്പിംഗ് കൺട്രീസ് അവരുടെ ബാരിയേഴ്സ് റിമൂവ് ചെയ്യണമെന്ന് ഫോഴ്സ് ചെയ്തിരിക്കുന്നു. കാരണം എന്താ? WTOയുടെ ഹെഡിലുള്ളതെല്ലാം ഈ ഡെവലപ്ഡ് കൺട്രീസിൻ്റെ പ്രമുഖരായ നേതാക്കന്മാരാണ്. An example of this is the current debate on trade in agriculture product. അതിനൊരു എക്സാമ്പിൾ തന്നെയാണ് ഇപ്പോൾ അഗ്രികൾച്ചർ പ്രോഡക്റ്റിൻ്റെ കാര്യത്തിൽ ഒരു ഡിബേറ്റ് നടക്കുന്നുണ്ട്. എന്താണെന്ന് നോക്കാം. ഡിബേറ്റ് ഓൺ ട്രേഡ് പ്രാക്ടീസസ്. You have seen in chapter 2 that the agriculture sector provides the bulk of employment and a significant portion of the GDP in India. Compare this is to developed countries such as the US with the share of agriculture in GDP at 1% and its share in total employment is tiny 0.5%. US-ൽ ഷെയർ ഓഫ് അഗ്രികൾച്ചർ GDP-യിലേക്കുള്ള 1% മാത്രമാണ് അവർ ടോട്ടൽ എംപ്ലോയ്മെൻറ്റ് അവരിൽ അഗ്രികൾച്ചർ സെക്ടറിൽ നിന്നുള്ളത് 0.5% മാത്രമാണ്. ആൻഡ് യെറ്റ് ദിസ് ഈസ് വെരി സ്മോൾ പെർസെൻറ്റേജ് ഓഫ് പീപ്പിൾ ഹു ആർ എൻഗേജ്ഡ് ഇൻ അഗ്രികൾച്ചർ ഇൻ ദ US receives massive sum of money from the US government for production and for export to other countries. അപ്പോൾ അത്രയും അഗ്രികൾച്ചർ ഫാമേഴ്സ് മാത്രമുള്ളപ്പം അവരെ നല്ല രീതിയിൽ സഹായിക്കാനും എല്ലാ തരത്തിലുള്ള ഫെസിലിറ്റി കൊടുക്കാനും ആർക്ക് പറ്റും? ഈ പറഞ്ഞ ഡെവലപ്ഡ് നേഷനായ US-ന് പറ്റും. Due to this massive money that they receive, US farmers can sell the farm products at normally low prices. അവരുടെ ഫുൾ സബ്സിഡിയും കാര്യങ്ങളും എല്ലാം ഉണ്ടാകുന്നതുകൊണ്ട് US-ലെ അഗ്രികൾച്ചർ പ്രൊഡ്യൂസേഴ്സിന് അവരുടെ പ്രോഡക്റ്റുകൾ ചീപ്പ് റേറ്റിൽ മറ്റ് രാജ്യങ്ങളിൽ കൊടുക്കാനായിട്ട് പറ്റും.
The surplus farm products are sold in the other country market at low prices, adversely affecting farmers in these country. അങ്ങനെ അവരുടെ പ്രോഡക്റ്റ് വളരെ ചീപ്പ് പ്രൈസിൽ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് എത്തുമ്പം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 50%, ഇപ്പം നമ്മൾ ഇന്ത്യയെ സംബന്ധിച്ച് നോക്കിയാൽ എബോവ് 50% പീപ്പിളും അഗ്രികൾച്ചർ സെക്ടറിലുള്ള. അപ്പം നമ്മുടെ ഇവിടുത്തെ GDP മുഴുവൻ ഇവർക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അത് നടക്കില്ല. മനസ്സിലായി, അവിടെ 1% മാത്രം ഉള്ളപ്പോൾ അവർക്ക് കുറേ അധികം ഹെൽപ്പ് അഗ്രികൾച്ചർ പ്രൊഡ്യൂസേഴ്സിന് ചെയ്തു കൊടുക്കാനായിട്ട് പറ്റും. പക്ഷെ അത്രയും ഹെൽപ്പ് ഈ പറയുന്ന ഡെവലപ്പിംഗ് നേഷനിൽ പറ്റാത്തത് കൊണ്ട് ഇവിടുത്തെ പ്രോഡക്റ്റുകൾക്ക് സ്വാഭാവികമായിട്ടും വില കൂടുതലായിരിക്കും. അപ്പം ഇതുപോലെയുള്ള ഈ പറഞ്ഞ ഡെവലപ്ഡ് നേഷൻ്റെ അഗ്രികൾച്ചർ പ്രോഡക്ട്സ് നമ്മുടെ രാജ്യത്തേക്ക് വരാനായിട്ട് കൂടെ അനുവാദം കൊടുത്തു കഴിഞ്ഞാൽ എന്താ പറ്റുന്നത്, നമ്മുടെ ഇവിടുത്തെ പ്രോഡക്റ്റിന് ഡിമാൻഡ് കുറയും, ഇവിടുത്തെ ഫാമേഴ്സ് വളരെ വേഴ്സ്റ്റ് ആയിട്ടുള്ളൊരു സ്ഥിതിയിലേക്ക് പോവുകയും ചെയ്യും. ഡെവലപ്പിംഗ് കൺട്രീസ് ആർ ദെയർഫോർ ആസ്കിംഗ് ദ ഡെവലപ്ഡ് കൺട്രി ഗവൺമെൻറ്റ്സ്, വി ഹാവ് റെഡ്യൂസ്ഡ് ട്രേഡ് ബാരിയേഴ്സ് ആസ് പെർ WTO റൂൾസ്, ബട്ട് യു ഹാവ് ഇഗ്നോർഡ് ദ റൂൾസ് ഓഫ് WTO ആൻഡ് ഹാവ് കണ്ടിന്യൂ ടു പേ യുവർ ഫാമേഴ്സ് വാസ്റ്റ് സം ഓഫ് മണി. അപ്പം അതുകൊണ്ട് തന്നെ ഡെവലപ്പിംഗ് കൺട്രീസ് ഡെവലപ്ഡ് നേഷനോട് ചോദിക്കുന്നതാണ്, നിങ്ങൾ വി ഹാവ് റെഡ്യൂസ്ഡ് ട്രേഡ് ബാരിയേഴ്സ്, ഞങ്ങൾ WTO പറയുന്നത് പോലെ തന്നെ ട്രേഡ് ബാരിയേഴ്സ് കുറച്ച് തരാം, പക്ഷേ ബട്ട് യു ഹാവ് ഇഗ്നോർഡ് ദ റൂൾസ് ഓഫ് WTO ആൻഡ് ഹാവ് കണ്ടിന്യൂ ടു പേ യുവർ ഫാമേഴ്സ് വാസ്റ്റ് സം ഓഫ് മണി. പക്ഷേ നിങ്ങൾ WTO പറയുന്നതിനെതിരായിട്ട് അതിനേക്കാൾ കൂടുതൽ ഹെൽപ്പ് എന്തുകൊണ്ടാണ് ഫാമേഴ്സിന് ചെയ്തു കൊടുക്കുന്നത്? You have asked our governments to stop supporting our farmers, but you are doing yourself. Is this free and fair trade? ഇതാണോ ഫ്രീയും ഫെയർ ട്രേഡ് എന്ന് പറയുന്നത്? ചോദിച്ച ക്വസ്റ്റ്യൻ കറക്റ്റാണ്. WTO പറയുന്ന അനുസരിച്ച് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് ഒരു പ്രോഡക്റ്റ് കൊടുക്കാൻ തയ്യാറായാൽ അതുപോലെ തന്നെ അവരുടെ ഫാമേഴ്സിന് കൊടുക്കുന്ന സഹായങ്ങളും റെഡ്യൂസ് ചെയ്യണം. എങ്കിലേ മറ്റുള്ള ഡെവലപ്പിംഗ് നേഷനിലെ ഫാമേഴ്സിന് അതിനനുസരിച്ച് തങ്ങളുടെ പ്രോഡക്റ്റുകൾ കൺട്രോൾ ചെയ്യാൻ, പ്രോഡക്റ്റിന് ഡിമാൻഡ് കിട്ടുകയുള്ളൂ, അല്ലെ, അവരവരുടെ രാജ്യത്ത് ഡിമാൻഡ് കിട്ടുകയുള്ളൂ, പ്രൈസ് കിട്ടുകയുള്ളൂ. അത് ആ ഒരു ഇഷ്യൂസ് ഇപ്പോൾ വലിയൊരു ഡിബേറ്റായിട്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഒരു ഫ്രീ ആൻഡ് ഫെയർ ട്രേഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, it is the next main topic in this chapter. What are the impact of globalization in India? In the last 20 years, globalization of the Indian economy has come a long way. What has been its effect on the lives of the people? Globalization and greater competition among producers, both local and foreign producers, has been of advantage to consumers, particularly the well-off sections in the urban area. അപ്പം നേരത്തെ പറഞ്ഞു, ഒരു MNCs വരുന്നത് കൊണ്ട് പ്രൊഡ്യൂസേഴ്സിന് ഗുണമുണ്ട്, അല്ലെങ്കിൽ ഗ്ലോബലൈസേഷൻ വന്നതിന് ശേഷം MNCസിനെയൊക്കെ ഇവിടെ ഫാക്ടറി തുടങ്ങാനൊക്കെ അനുവദിച്ചു, അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റിനെ പ്രോത്സാഹിപ്പിച്ചു. അതിൻ്റെ ഫലമായിട്ട് പ്രൊഡ്യൂസേഴ്സിനും അതിൻ്റെ മെറിറ്റ് ഉണ്ട്, അതുപോലെ കൺസ്യൂമേഴ്സിനും മെറിറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ നോട്ട് ഓൺലി ദ മെറിറ്റ്, ഡിമെറിറ്റ്സ് ഓൾസോ വി ആർ ഫേസിങ്. Okay, so what are the merits the globalization are bringing into our country? First one is it has been of advantage to consumers. കൺസ്യൂമേഴ്സിന് വളരെ അഡ്വാൻറ്റേജ് ആണ്, പ്രത്യേകിച്ച് അർബൻ റിച്ച് പീപ്പിളിന്. അവർക്ക് വെറൈറ്റി ഓഫ് പ്രോഡക്ട്സ് ലോ പ്രൈസിൽ അവരിയ്ക്കുന്ന സ്പോട്ടിൽ, അതായത് അവരുടെ വീടുകളിൽ തന്നെ കിട്ടാനുള്ളൊരു സൗകര്യം വന്നു. ഇഷ്ടംപോലെ പ്രോഡക്റ്റുകൾ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഫോറിൻ പ്രോഡക്റ്റുകൾ നമ്മുടെ രാജ്യത്തേക്ക് വരാൻ അനുവാദം കൊടുത്തപ്പോൾ ഒരുവിധം റിച്ച് ആയിട്ടുള്ള അർബൻ പീപ്പിളിന് എല്ലാവർക്കും എല്ലാ പ്രോഡക്റ്റുകളും, വേൾഡിൽ എവിടെയുള്ള പ്രോഡക്റ്റുകളും അവർക്ക് അവൈലബിൾ ആകുന്ന ഒരു സിറ്റുവേഷൻ വന്നു. There is a greater choice before these consumers who now enjoy improved quality and lower price for several products. അപ്പോൾ അവർക്ക് എന്താ പറ്റിയത്, അതുകൊണ്ട് അവർക്ക് പ്രൈസ് കുറച്ച് നല്ല ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ക്വാളിറ്റി, ഫോറിൻ ക്വാളിറ്റി പ്രോഡക്റ്റുകൾക്ക് യൂസ് ചെയ്യാനായിട്ട് അവർക്ക് ഒരു ചാൻസ് കിട്ടി. MNCസിൻ്റെ ഗ്ലോബലൈസേഷൻ്റെ ഇത്രയധികം പോപ്പുലാരിറ്റിയോടുകൂടി. As a result, these people today enjoy much higher standard of living than the possible earlier. അതുകൊണ്ട് അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൂടി, നേരത്തേക്കാൾ കൂടുതലായിട്ട് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൂട്ടിക്കൊണ്ടുവരാനായിട്ട് അവർക്ക് കഴിഞ്ഞു. നെക്സ്റ്റ്, എമംഗ് പ്രൊഡ്യൂസേഴ്സ് ആൻഡ് വർക്കേഴ്സ് ദ ഇമ്പാക്ട് ഓഫ് ഗ്ലോബലൈസേഷൻ ഹാസ് നോട്ട് ബീൻ യൂണിഫോം. ഇനി പ്രൊഡ്യൂസേഴ്സിൻ്റെയും വർക്കേഴ്സിൻ്റെയും കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇമ്പാക്ട്, ഗ്ലോബലൈസേഷൻ ഇമ്പാക്ട് ഒന്നുപോലെയല്ല. ഒരാൾക്കത് നല്ലതാണെങ്കിൽ മറ്റൊരാൾക്ക് അതൊരു ദോഷമായിട്ടും വന്നിട്ടുണ്ട്. ഫസ്റ്റ്ലി, MNCs have increased their investment in India over the past 20 years, which means investing in India has been beneficial for them. ഇപ്പോൾ ഒരു കഴിഞ്ഞ 20 വർഷം എടുത്ത് നോക്കിയാൽ അവരുടെ MNCസിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ ഇരട്ടിയായിട്ട് മാറിയിട്ടുണ്ട് ആദ്യത്തേനേക്കാൾ. കാരണം എന്തുകൊണ്ടാണ് അവർ വീണ്ടും ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കുന്നത്? അവർക്ക് കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്, അവർക്ക് ഇവിടെ ചീപ്പ് ലേബറേഴ്സ് അവൈലബിൾ ആണ്, നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ലേബറേഴ്സ് ഇവിടെ അവൈലബിൾ ആണ്, റോ മെറ്റീരിയൽസ് അവൈലബിൾ ആണ്, നല്ല തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റിയും ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റിയും ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക്
ചീപ്പ് കോസ്റ്റിൽ ഹൈ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നത് കൊണ്ട് ഒരു ലാസ്റ്റ് 20 ഇയേഴ്സ് എടുത്ത് നോക്കിയാൽ നല്ല രീതിയിൽ MNCസിൻ്റെ എണ്ണം കൂടിയതായിട്ട് നമുക്ക് കാണാൻ പറ്റും. MNCs have been interested in the industries such as cell phone, automobiles, electronics, soft drink, fast food or services such as banking in urban area. ഇത്രയും മേഖലകളിലാണ് പ്രധാനമായിട്ടും മൾട്ടിനാഷണൽ കമ്പനീസ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിരിക്കുന്നത്. എന്തൊക്കെയാണ്? സെൽഫോണ്, ഓട്ടോമൊബൈൽ, ഇലക്ട്രോണിക്, സോഫ്റ്റ് ഡ്രിങ്ക്സ്, ഫാസ്റ്റ് ഫുഡ്, അതുപോലെ ബാങ്കിങ്, ഈ മേഖലകളിലാണ് കൂടുതലായിട്ട് അവർ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിരിക്കുന്നത്. ദീസ് പ്രോഡക്ട്സ് ഹാവ് എ ലാർജ് നമ്പർ ഓഫ് വെൽ ഓഫ് ബയേഴ്സ്. In these industries and services, new jobs have been created. അങ്ങനെ ഈ മേഖലകളിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അവർ നടത്തുമ്പോൾ, ഒരു പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഇവിടെ നടത്തുമ്പോൾ അത് എന്ത് ഇൻക്രീസ് ചെയ്യാൻ കാര്യമാകും? ഇവിടുത്തെ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഇൻക്രീസ് ചെയ്യുന്നതിന് കാരണമായി മാറി. ഓൾസോ ലോക്കൽ കമ്പനീസ് സപ്ലൈങ് റോ മെറ്റീരിയൽസ് എക്സെട്ര ടു ദീസ് ഇൻഡസ്ട്രീസ് ഹാസ് പ്രോസ്പേർഡ്. പല രീതിയിലാണ് MNCs അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങുന്നത് നമ്മൾ പറഞ്ഞു. ചിലപ്പോൾ ലോക്കലെ കമ്പനികൾ വാങ്ങിച്ചുകൊണ്ടാവാം, അല്ലെ അവരുടെ കൂടെ ചേർന്നുകൊണ്ടാവാം, ഇല്ലെങ്കിൽ ഈ ചെറിയ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനെ അവരെ കൊണ്ട് പ്രോഡക്റ്റുകൾ ഉണ്ടായിച്ച് ഇവരുടെ ബ്രാൻഡ് നെയിം വെച്ചിട്ട് വിൽക്കുന്നതായിരിക്കാം. എന്തായാലും അവരുടെ പ്രോഡക്റ്റുകൾ, മൾട്ടിനാഷണൽ കമ്പനിയുടെ പ്രോഡക്റ്റുകളിന് ഡിമാൻഡ് കൂടുമ്പോൾ ഈ പറയുന്ന മേഖലയിലുള്ളവർക്ക് എല്ലാവർക്കും എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കൂടിക്കൊണ്ടിരുന്നു. സെക്കൻഡ്ലി, ഇപ്പം 2 കാര്യങ്ങൾ വന്നു. ഒന്ന്, കൺസ്യൂമേഴ്സിന് വെറൈറ്റി ഓഫ് ചോയ്സസ് വന്നു, ലോ പ്രൈസിൽ കൂടുതൽ ഗുഡ്സ് കിട്ടാൻ തുടങ്ങി, എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഇൻക്രീസ് ചെയ്തു. ദീസ് ആർ ദ പോസിറ്റീവ് മെറിറ്റ്സ് ഓഫ് ഗ്ലോബലൈസേഷൻ. Secondly, several of the top Indian companies have been able to benefit from the increased competition. They have invested in newer technology and production method and raised their production standard. Some have gained from successful collaboration with the foreign companies. നേരത്തെ പറഞ്ഞ പോലെ പല കമ്പനികൾ ചിലപ്പോൾ കൊളാബറേറ്റ് ചെയ്ത് MNCസുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് ഒന്നിച്ച് ചേർന്നിട്ട് പുതിയ ടെക്നോളജി ഉപയോഗിച്ച് പുതിയ മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ഓട്ടോമൊബൈൽസും സെൽഫോൺസും എല്ലാം ഇറക്കാനായിട്ട് തുടങ്ങി. ഇന്ത്യൻ കമ്പനികൾ തന്നെ MNCസുമായിട്ട് ഇലാബറേറ്റ് ചെയ്തിട്ട് ഒരു കൊളാബറേഷൻ കൊണ്ടുവന്നിട്ട് അവർ മോസ്റ്റ് മോഡേൺ ടെക്നോളജിയുള്ള പ്രോഡക്റ്റുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആക്കാനായിട്ട് തുടങ്ങി. ദാറ്റ്സ് ഓൾസോ അനദർ പോസിറ്റീവ് മെറിറ്റ് ഓഫ് ഗ്ലോബലൈസേഷൻ. Moreover, globalization has enabled some large Indian companies to emerge as multinational themselves. ചില കമ്പനികൾ നേരത്തെ ഇവിടുത്തെ വലിയ ഇൻഡസ്ട്രി ആയിരുന്നത് മൾട്ടിനാഷണൽ കമ്പനീസ് ആക്കി മാറ്റി. കാരണം ഇന്ത്യയിൽ മാത്രം ബ്രാഞ്ച് ഉണ്ടായിരുന്നവർ ഈ ഗ്ലോബലൈസേഷൻ വന്നതോടുകൂടി അവരുടെ കമ്പനികൾ മറ്റ് വിദേശ രാജ്യങ്ങളിലും അവർ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനായിട്ട് തുടങ്ങി. അതിന് എക്സാമ്പിളാണ് ടാറ്റ മോട്ടോഴ്സ്. ഓട്ടോമൊബൈൽസിൻ്റെ കാര്യത്തിൽ ഇന്ത്യൻ കമ്പനിയാണ്, പക്ഷേ വിദേശ രാജ്യങ്ങളിലൊക്കെ ഇപ്പോൾ മൾട്ടിനാഷണൽ കമ്പനീസ് ആയിട്ട് അറിയിട്ടുണ്ട്. ദെൻ ഇൻഫോസിസ്, IT-യുടെ മേഖല. റാൻബാക്സി മെഡിസിൻ എന്ന് റാൻബാക്സിയുടെ അത് മൾട്ടിനാഷണൽ കമ്പനീസാണ്. ഏഷ്യൻ പെയിൻറ്റ്സ്, അതുപോലെ സുന്ദരം ഫാസ്റ്റനേഴ്സ്, നട്ട്സ് ആൻഡ് ബോൾട്ട് ആർ സം ഇന്ത്യൻ കമ്പനീസ് വിച്ച് ആർ സ്പ്രെഡിങ് ദെയർ ഓപ്പറേഷൻ വേൾഡ് വൈഡ്. അപ്പം നിലവിലെ ലോക്കൽ കമ്പനീസ് ആയിരുന്ന പല കമ്പനികൾക്കും എന്താകാൻ പറ്റി? MNCs ആകാനായിട്ടും ഈ ഒരു ഗ്ലോബലൈസേഷൻ വന്നതുകൊണ്ട് പറ്റിയിട്ടുണ്ട്. ഗ്ലോബലൈസേഷൻ ഹാസ് ഓൾസോ ക്രിയേറ്റഡ് ന്യൂ ഓപ്പർച്യൂണിറ്റീസ് ഫോർ കമ്പനീസ് പ്രൊവൈഡിങ് സർവീസസ്, പർട്ടിക്കുലർലി ദോസ് ഇൻവോൾവിങ് IT. ഗ്ലോബലൈസേഷൻ പിന്നെ പുതിയ ഓപ്പർച്യൂണിറ്റീസ് കൊണ്ടുവന്നു, സർവീസസിന് പുതിയ ഓപ്പർച്യൂണിറ്റീസ്, എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കൊണ്ടുവന്നു. The Indian company producing a magazine from the London-based company and call centers are some example. നേരത്തെ പറഞ്ഞ പോലെ ലണ്ടനിന് വേണ്ടിയിട്ട് ഇവിടെ പ്രസ്, അപ്പോൾ ഇവിടെ കുറേ പേർക്ക് ജോലി കിട്ടുന്നു. അവരുടെ തന്നെ കോൾ സെൻറ്റേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഏത് ഒരു നല്ല പ്രോഡക്റ്റ് ആണെങ്കിലും അവർക്ക്, നിങ്ങൾ കണ്ടിട്ടുണ്ട് കസ്റ്റമർ കെയർ എന്ന് പറഞ്ഞ് കണ്ടിട്ടുണ്ടോ, അവർക്ക് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും അവരെവിടെയൊക്കെ പ്രോഡക്റ്റുകൾ വിൽക്കുന്നുണ്ടോ അവിടെയെല്ലാം അവരുടെ കസ്റ്റമർ കെയർ യൂണിറ്റുകൾ കാണും. അവിടെയെല്ലാം 24 hours അവരുടെ കസ്റ്റമേഴ്സിൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ട് അവിടെ ആൾക്കാർ ഒരു കമ്പ്യൂട്ടർ റൂമിൽ, നെറ്റ്വർക്ക് ഓഫ് കമ്പ്യൂട്ടറാണ്, അവിടെ കാണും. അപ്പോൾ ഇത്രയും പേർക്ക് അവർ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നു. Besides, a host of services such as data entry, accounting, administrative tasks, engineering are now being done cheaply in countries such as India and are exported to the developed countries. ഓക്കെ, ഇപ്പോൾ ഇവിടെയൊക്കെ ഉള്ള IT കമ്പനികളിലൊക്കെ നമുക്ക് ലോക്കലായിട്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ 1 lakh rupees 2 lakh rupees ഒക്കെ അവർ തരുമായിരിക്കും. ദാറ്റ് ഈസ് എ ബിഗ് സാലറി ഫോർ അസ് in our country and nearby our house. But the same job we are doing in their own country, they want to give
ഒരു എത്ര ഡബിളോ അല്ലെങ്കിൽ ട്രിപ്പിളോ ഒക്കെ ആയിട്ട് ഇത്രയും സാലറി നമുക്ക് അവിടെ തരേണ്ടി വരും. മനസ്സിലായോ? അപ്പോൾ അവർക്ക് ഏതാ ലാഭം? അവർ അതേ ജോലി തന്നെ, അവിടെ ചെയ്യുന്ന അതേ ജോലി തന്നെ നമ്മളെ പോലെയുള്ള നമ്മുടെ രാജ്യത്ത് ചെയ്യിപ്പിക്കുന്നതാണ് അവർക്ക് ലാഭം. മനസ്സിലായോ? രണ്ടുപേർക്കും അതുകൊണ്ട് ബെനിഫിറ്റ് ആവും. യെസ്. ഇനി വാട്ട് ആർ ദ ഡീമെറിറ്റ്സ്? സ്മോൾ പ്രൊഡ്യൂസേഴ്സ് കോമ്പീറ്റ് ഓർ പെരിഷ്. പക്ഷേ ഈ MNCs ഒക്കെ വന്നതുകൊണ്ട് സ്മോൾ പ്രൊഡ്യൂസേഴ്സിന് എന്താണ് പറ്റിയത്? For a large number of small producers and workers, globalization has posed major challenges. അവരാണ് ഈ കുറേയധികം സ്മോൾ പ്രൊഡ്യൂസേഴ്സും വർക്കേഴ്സുമാണ് ഗ്ലോബലൈസേഷൻ കൊണ്ട് ഏറ്റവും അധികം ബുദ്ധിമുട്ട് അനുഭവിച്ചത്. One story is there. Ravi did not expect that he would have to face a crisis in such a short period in his life as an industrialist. Because Ravi took a loan from the bank to start his own company producing capacities in 1992 in Hosur, an industrial town in Tamil Nadu. Capacitors are used in many electronics home appliances including tube lighter, television, etc. Within 3 years, he was able to expand production and had 20 workers working under him. അദ്ദേഹം ഒരു കപ്പാസിറ്ററിൻ്റെ ഒരു കമ്പനി തുടങ്ങി ഒരു 2-3 വർഷം കൊണ്ട് തന്നെ 20 വർക്കേഴ്സിനെ കൂടെ അതിനകത്ത് ഉൾപ്പെടുത്തി വർക്ക് ഇൻഡസ്ട്രി കുറച്ചുകൂടെ എക്സ്പാൻഡ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. സ്മോൾ ഇൻഡസ്ട്രി ആയിരുന്നു. ഹി സ്ട്രഗിൾ ടു റൺ ഹിസ് കമ്പനി സ്റ്റാർട്ടഡ് വെൻ ദ ഗവൺമെന്റ് റിമൂവ്ഡ് റെസ്ട്രിക്ഷൻസ് ഓൺ ഇമ്പോർട്ട് ഓഫ് കപ്പാസിറ്റേഴ്സ് ആസ് പെർ ഇറ്റ് അഗ്രിമെന്റ് WTO in 2001. പക്ഷേ 2001 WTOയുടെ എഗ്രിമെന്റ് അനുസരിച്ച് ഈ ഗവൺമെന്റ് സാങ്ഷൻ ചെയ്തു കൊടുത്തത് ഫലമായിട്ട് ട്രേഡ് ബാരിയേഴ്സ് റിമൂവ് ചെയ്തു. അപ്പോൾ ഫോറിൻ കമ്പനീസിൽ നിന്നുള്ള കപ്പാസിറ്റേഴ്സ് ഒക്കെ നമ്മുടെ രാജ്യത്തേക്ക് ചീപ്പ് റേറ്റിൽ വരാൻ തുടങ്ങി. His main clients, the television companies, used to buy different components including capacitors in bulk for their manufactures of television sets. However, competition from the MNCs brand forced the Indian television companies to move into assembling activities for MNCs. ഇപ്പോൾ ഒരുപാട് ടെലിവിഷൻ കമ്പനി ഇവരുടെ കയ്യിൽ നിന്ന് ഓർഡർ വാങ്ങിച്ചിട്ട് അവരുടെ ഓർഡർ ഇവർക്ക് കിട്ടുമായിരുന്നു. പക്ഷേ MNCs വന്നതിന് ശേഷം ഇതിൽ കോസ്റ്റ് കുറച്ച് MNCs അവർക്ക് കൊടുക്കാവുന്ന ബൾക്കായിട്ട് കൊടുക്കാവുന്ന ഒരു ഉറപ്പ് വന്നപ്പോഴേക്കും ഈ പറഞ്ഞ ലോക്കൽ കമ്പനികളുടെ കയ്യിൽ നിന്ന് പ്രോഡക്റ്റുകൾ വാങ്ങുന്നത് ആര് കുറച്ചു? ഈ പറഞ്ഞ ടെലിവിഷൻ കമ്പനീസൊക്കെ കുറച്ചു. Even when some of them bought capacitors, they would prefer to import as the price of the imported item was half the price charged by people like Ravi. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? പ്രൈസ് കുറച്ച് കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ പ്രൈസ് കുറച്ച് കൊടുത്താൽ ഇവർക്ക് നഷ്ടമാണ്, ലോക്കൽ കമ്പനീസിന് അത് നഷ്ടമാകും. Ravi now produces less than half the capacitors that he produced in the year 2000 and has only 7 workers working for him. അതിൻ്റെ ഫലമായിട്ട് അയാൾ ആദ്യം ഉണ്ടാക്കിയതിൻ്റെ പകുതി പോലും ഇപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുകയില്ല. അതുപോലെ വർക്കേഴ്സ് 20 ആയിരുന്നവരെ 7 ആക്കി അദ്ദേഹത്തിന് കുറച്ച് കൊണ്ടുവരേണ്ടി വന്നു. കാരണം പ്രോഫിറ്റ് ഇല്ല. പിന്നെ എങ്ങനെ വർക്കേഴ്സിന് ഇത് കൊടുക്കാനായിട്ട് പറ്റും? അവരുടെ സാലറി ഒക്കെ കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് വർക്കേഴ്സിൻ്റെ എണ്ണം കുറച്ചു, പ്രൊഡക്ഷനും കുറച്ചു. Many of Ravi's friends in the same business in Hyderabad and Chennai have closed their units. കുറേ പേര് അവരുടെ യൂണിറ്റ്സ് ക്ലോസ് ചെയ്ത് ഈ ഒരു ബിസിനസ് നിർത്തുന്ന ഒരവസ്ഥയിലെത്തി. അത് MNCs കൊണ്ട് സ്മോൾ പ്രൊഡ്യൂസേഴ്സിനുണ്ടായ ഒരു ബാഡ് എഫക്റ്റ് ആണ്, അല്ലെങ്കിൽ ഡീമെറിറ്റ് ആണ്. മനസ്സിലായോ? ഒരുപാട് മെറിറ്റ് ഉണ്ടായിട്ടുണ്ട്, പക്ഷേ അതോടൊപ്പം തന്നെ നമ്മുടെ സ്മോൾ പ്രൊഡ്യൂസേഴ്സിനെയും സ്മോൾ സെക്ടേഴ്സിനെയും ഒരുപാട് ബാഡായിട്ട് അഫക്റ്റ് ചെയ്തിട്ടുണ്ട് ഈ ഗ്ലോബലൈസേഷൻ പോളിസീസ്. Batteries, capacitors, plastic toys, tires, dairy products and vegetable oils are some examples of industries where the small manufacturers have been hit hard due to competition. അപ്പോൾ കോമ്പറ്റീഷനിൽ കൂടുതലായിട്ട് പ്രോബ്ലം ഫേസ് ചെയ്ത കമ്പനീസ് ആണ് ഈ പറഞ്ഞവയെല്ലാം. And several of the unit have shut down, rendering many work jobless. കുറേ പേര് ഇത് ഷട്ട് ഡൗൺ ചെയ്യേണ്ടതായിട്ട് വന്നു. അതായത് ബാറ്ററീസ്, കപ്പാസിറ്റേഴ്സ്, പ്ലാസ്റ്റിക് ടോയ്സ്, ടയേഴ്സ്, ഡയറി പ്രോഡക്ട്സ്, വെജിറ്റബിൾ ഓയിൽ, ഇതൊക്കെ ചെറിയ യൂണിറ്റിൽ കുറച്ച് പ്രൊഡ്യൂസേഴ്സിനെ കൊണ്ട്, ഇപ്പോൾ രവി ചെയ്യിപ്പിച്ച പോലെ 10-20 പ്രൊഡ്യൂസേഴ്സിനെയൊക്കെ കൊണ്ട് നല്ല രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്ത് വന്നിരുന്ന ഏരിയകളെല്ലാം ഇപ്പോൾ അതെല്ലാം കുറച്ചിട്ട് അവരുടെ എംപ്ലോയേഴ്സിനെ കട്ട് ചെയ്യേണ്ടി വന്നു, അവരുടെ പ്രൊഡക്ഷൻ കുറയ്ക്കേണ്ടി വന്നു. ആൻഡ് സെവറൽ ഓഫ് ദ units have shut down, rendering many workers jobless. And the small industries in India employ the larger number of workers, 20 million in the country. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 20 million പീപ്പിളും വർക്ക് ചെയ്തിരിക്കുന്നത് ഏത് മേഖലകളിലാണ്? ഈ സ്മോൾ ഇൻഡസ്ട്രീസിലാണ്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ അത് എംപ്ലോയ്മെൻറ്റിനെ വളരെയധികം ബാധിക്കുന്നൊരു കാര്യമായിട്ട് മാറി ഗ്ലോബലൈസേഷൻ, അല്ലെങ്കിൽ MNCസിനൊക്കെ ഇതേപോലെയുള്ള റെസ്ട്രിക്ഷൻസ് കുറച്ചു കൊടുത്തത്. ആൻഡ്
ഇവിടെ പറഞ്ഞിട്ടുണ്ട് സ്മോൾ ഇൻഡസ്ട്രീസ് ഇൻ ഇന്ത്യ എംപ്ലോയ് ദ ലാർജ് നമ്പർ ഓഫ് വർക്കേഴ്സ് നെക്സ്റ്റ് ഓൺലി ടു അഗ്രികൾച്ചർ. അഗ്രികൾച്ചർ കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ എംപ്ലോയേഴ്സ് വർക്ക് ചെയ്യുന്ന സെക്ടർ ആയിരുന്നു ഏതാ, ഈ സ്മോൾ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്മോൾ ഇൻഡസ്ട്രി എല്ലാം അഡ്വേഴ്സ് ആയിട്ട് അഫക്റ്റ് ചെയ്യാനായിട്ട് ഈ ഗ്ലോബലൈസേഷൻ ഒരു കാരണമായി തീർന്നു. അപ്പം നമ്മൾ ഗ്ലോബലൈസേഷൻ കൊണ്ട് ഒരുപാട് മെറിറ്റ്സ് ഉണ്ടായിട്ടുണ്ടെങ്കിലും, അതായത് എന്തൊക്കെയാണ് മെറിറ്റ്സ് ഉണ്ടായത്? ചോയ്സസ് കൂടി. പ്രൊഡ്യൂസേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പ്രൊഡ്യൂസേഴ്സിന് അവരുടെ പ്രോഡക്റ്റുകൾ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റി. അതുപോലെ ലോക്കൽ കമ്പനീസ് ആയിരുന്ന പലതിനും മൾട്ടിനാഷണൽ കമ്പനീസ് ആയിട്ട് മാറാൻ പറ്റി, പ്രോഫിറ്റ് കൂട്ടി. അതുപോലെ ഇവിടെ കമ്പനീസ് തുടങ്ങിയതുകൊണ്ട് കുറേ പേർക്ക് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായി. കൺസ്യൂമേഴ്സിനെ സംബന്ധിച്ച് അവർക്ക് വെറൈറ്റി ഓഫ് ഗുഡ്സ് ചീപ്പ് റേറ്റിൽ അവൈലബിൾ ആകാനായിട്ട് തുടങ്ങി, അല്ലേ? ബട്ട് ആർക്കാണ് ഇത് അഡ്വേഴ്സ് ആയിട്ട് കൂടുതൽ അഫക്റ്റ് ചെയ്തത്? സ്മോൾ പ്രൊഡ്യൂസേഴ്സിനാണ്. സ്മോൾ പ്രൊഡ്യൂസേഴ്സിനും സ്മോൾ ഇൻഡസ്ട്രിയലിസ്റ്റിനുമാണ് ഏറ്റവും കൂടുതൽ ഇത് അഫക്റ്റ് ചെയ്തത്. അതായത് അവർ ചെറിയ തോതിൽ പ്രൊഡ്യൂസ് ചെയ്തിരുന്ന ആൾക്കാരെല്ലാം അവരുടെ പ്രോഡക്റ്റിൻ്റെ ഇതുപോലെയുള്ള ബൾക്കായിട്ടുള്ള പ്രോഡക്റ്റ് എക്സ്പോർട്ട് ചെയ്ത് രാജ്യത്തേക്ക് വരാൻ തുടങ്ങിയപ്പോൾ അവരുടെ പ്രോഡക്റ്റിന് വില കുറയുകയും അവരുടെ ഡിമാൻഡ് കുറയുകയും അവരുടെ പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് കുറഞ്ഞതിൻ്റെ ഫലമായിട്ട് അവരുടെ പ്രോഫിറ്റ് കുറഞ്ഞു. അവിടെ വർക്ക് ചെയ്തിരുന്ന ആൾക്കാരുടെ പലരെയും തൊഴിൽ നഷ്ടമാവുകയും ചെയ്തു. സോ വൺ വേ ദ ഗ്ലോബലൈസേഷൻ ഈസ് ഗുഡ്. ഇപ്പം നമ്മൾ ഗ്ലോബലൈസേഷൻ അക്സെപ്റ്റ് ചെയ്യാതിരുന്നാലും പറ്റത്തില്ല. വേൾഡ് മുഴുവൻ ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മൾ മാത്രം അത് ഐസൊലേറ്റഡ് ആയി പോകും. അപ്പോൾ അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. പക്ഷേ അതിനനുസരിച്ച് ഈ പ്രൊഡ്യൂസേഴ്സിന് അതിനനുസരിച്ചുള്ള പ്രൊട്ടക്ഷൻ കൊടുത്തില്ല എങ്കിൽ നമ്മുടെ രാജ്യത്തെ സെക്കൻഡ് ആയിട്ടുള്ള 20 മില്യൺ പീപ്പിൾ വർക്ക് ചെയ്യുന്ന ഒരു മേഖല, സ്മോൾ പ്രൊഡ്യൂസേഴ്സിൻ്റെ ഈ ഒരു മേഖല തന്നെ ഇല്ലാതാവുന്നൊരു സിറ്റുവേഷൻ വരും. അതുകൊണ്ട് ഗവൺമെൻറ് നല്ല സപ്പോർട്ട് കൊടുത്ത് ഇവരുടെയും കൂടി മുന്നോട്ട് കൊണ്ടുപോകുന്ന തരത്തിലുള്ള പോളിസികൾ അഡോപ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ ഗ്ലോബലൈസേഷൻ്റെ യഥാർത്ഥ എഫക്റ്റ് നമുക്ക് നമ്മുടെ രാജ്യത്തിന് എൻജോയ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ ഗ്ലോബലൈസേഷൻ ഈസ് നീഡഡ്, അതർവൈസ് വി ഡിഡ്ന്റ് നോ വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദ വേൾഡ് ആൻഡ് വി ഡിഡ്ന്റ് ഗെറ്റ് ദ most modern technologies and most modern products in different countries. So